വീഡിയോയിൽ കമൻ്റൊക്കെ കണ്ടായിരുന്നു നമ്മളെ റമീസിൻ്റെ വണ്ടീൻ്റെ വീഡിയോ എടുക്കുമെന്ന് വെച്ചിട്ട്. ഈ ഒരു വണ്ടി അവന് കൊടുക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയണമെങ്കിൽ പുതിയൊരു ഗ്രാഫിക്സും പുതിയൊരു വണ്ടി പരിചയപ്പെടുത്തി തരാം. മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ പൾസറിൻ്റെ അല്ലേ നല്ലത്? പൾസറിൻ്റെ ഡിസ്ക് ചെയ്യണ നല്ലത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു സ്പ്ലെൻഡർ പരിചയപ്പെടുത്തി തരാൻ വന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ ഹരിൻ്റെ വണ്ടിയാണ്. ഹരി ഇതേ ബാക്കിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, ബാക്കിലൊരാൾ നിന്നാണ്ടൊക്കെ. പിന്നെ അന്ന് നമ്മളെ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നില്ലേ, 2 പിള്ളേർ ഓരും ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കമൻ്റൊക്കെ കണ്ടായിരുന്നു നമ്മളെ റമീസിൻ്റെ വണ്ടീൻ്റെ വീഡിയോ എടുക്കുമെന്ന് വെച്ചിട്ട്. അവൻ്റെ വണ്ടീൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അതിൽ സൗണ്ട് മിസ്റ്റേക്ക് ആയാണ്ട്, അതായത് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്തപ്പം സൗണ്ട് മിസ്സായി. അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയാണ്. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണ വണ്ടി എന്ന് പറയുമ്പം ഈ ഒരു യെല്ലോ തീമിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്പ്ലെൻഡറാണ്. 2000 മോഡൽ, എന്താ പറയുക, ഒരു സ്പ്ലെൻഡറാണ്. അപ്പം മില്ലേനിയം അല്ലേ, നമ്മളെ വണ്ടീൻ്റെ സെയിം തന്നെയാണ്. പുതിയൊരു ഗ്രാഫിക്സും പുതിയൊരു വണ്ടി പരിചയപ്പെടുത്തി തരാമെന്നുള്ള രീതിക്ക് എടുക്കണം. അപ്പം നമുക്കെന്തായാലും വണ്ടിയുടെ മുന്നിൽ തന്നെ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ കണ്ടു തുടങ്ങാം. മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ലുക്ക് എന്താക്കിയിട്ടുണ്ട്, ഒരു യെല്ലോ തീമാണ് അല്ലേ ഗ്രാഫിക്സ്. ഒരു യെല്ലോ തീമൊക്കെയാണ് ഗ്രാഫിക്സ് പോയത്. അത് എല്ലാ ഭാഗവും മുന്നത്തെ ആ ഒരു ഫോർക്ക് ഗാർഡിൻ്റെ ആ ഒരു സംഭവത്തിലും അവർ യെല്ലോ ചെയ്തിട്ടുണ്ട്. അപ്പം മെയിന് മുന്നിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്ക് അതിൻ്റെ അത് 390ൻ്റെ ഡിസ്ക് പ്ലേറ്റ് ഇതിൽ ചെയ്തില്ലേ. ഡിസ്ക് ചെയ്യണവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻ എന്തെയുണ്ടോ? ഈ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ പൾസറിൻ്റെ അല്ലേ നല്ലത്? പൾസറിൻ്റെ ഡിസ്ക് ചെയ്യണ നല്ലത്. അതാകുമ്പോൾ ബൈക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റുകളിലും സ്യൂട്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വീല് നോർമൽ സൈസ് തന്നെയാണ് സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്കിലെ 18 സൈസ് തന്നെയാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പം ഹൈറ്റ് എത്ര ചെയ്തിട്ടുണ്ട്? 4 ഇഞ്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നത്തെ ലുക്ക് ഒക്കെ ആണെങ്കിൽ ഇത് മറ്റേ LED അല്ലേ, ഹെഡ്ലൈറ്റ് LED ആണ്. ലൈറ്റ് എന്താ പാടി? ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഓണർ കേട്ടോ. സീനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഓണർ. അപ്പോൾ ലൈറ്റ് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഈ ലൈറ്റിൻ്റെ ലൈറ്റിങ് എന്താ പാടി? രാത്രി ഇപ്പോൾ രാത്രി പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ കോട കയറിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റിയ പ്രശ്നമില്ല. ഇതിൽ ഓക്കെയാണ് നമുക്ക്. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മളതൊക്കെ ഹിമാലയൻ്റെ ഇത് RX-Z ആണ്. അപ്പോൾ നമ്മൾ മുന്നേ കാണിച്ച ഉനൈസിൻ്റെ വണ്ടീൻ്റെ ഹിമാലയൻ്റെ തന്നെയാണ്. സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ എൻജിനൊക്കെ ഒരു ബ്ലാക്ക് തീമിലോട്ടാണ്. നമ്മളത് ഒരു ഡാർക്ക് ഗ്രേ ആണ്, കണ്ടല്ലേ. പക്ഷേ ഇത് ഒരു ബ്ലാക്കാണ്. നമ്മളെ റമീസിൻ്റെ ബ്ലാക്ക് തന്നെയല്ലേ, ഇതന്നെയല്ലേ റമീസിൻ്റെ ഈ സെയിം കളറാണ്. അതുപോലെ ഉനൈസിൻ്റെ ഈ ഒരു സെയിം കളറാണ്. പിന്നെ ഇങ്ങനെ ബാക്കിലോട്ട് വരുമ്പം ഈ ഒരു സീരീസ് സ്പ്രിങ് ആ ഒരു യെല്ലോ കളറിലോട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈലൻസർ ഇത് മറ്റേ പുതിയതെടുത്ത സൈലൻസറാ, എൻഡൂറൻസിൻ്റെ സൈലൻസറാണ്. അതായത് ഫ്രഷ് വാങ്ങിയല്ലേ, ഫ്രഷ് വാങ്ങി എൻഡൂറൻസിൻ്റെ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൈലൻസറാണ്. പിന്നെ ഇതിൽ സ്റ്റോക്ക് ഫുട്രസ്റ്റ് സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതൊന്നും ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു ഗ്രാഫിക്സാണ്. ഇതിന് ഗ്രാഫിക്സ് ഒരു വെറൈറ്റിയാണ്, ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. അതാണ് ഇതിലുള്ള ഒരു മെയിൻ. പിന്നെ RX-Zൻ്റെ ക്രാഷ് കാർഡൊക്കെ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്. ഏതാണ് ക്രാഷ് കാർഡ്? ഇതാണ് ആ ഒരു സാധനം. ഈ ഒരു ക്രാഷ് കാർഡിൻ്റെ പ്രശ്നം പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു വൃത്തിക്ക് മോളായിട്ടുള്ള ഈ ഒരു ക്രാഷ് കാർഡ് ഈ ഒരു ബ്രാൻഡ് മാത്രം കൊണ്ടുവരണുള്ളൂ. പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രശ്നം പറയുമ്പോൾ പെട്ടെന്ന് തുരുമ്പ് കയറും. അതാണ് എനിക്കും പറ്റിയൊരു പ്രശ്നമാണത്. കാശ്മീർ പോയ സമയത്ത് കംപ്ലൈൻ്റ് ആയി പോയതാണ്. അതുവരെ ഞാൻ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ക്രാഷ് കാർഡിന് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഏതിന് എന്തൊരു AG സ്റ്റാറിൻ്റെ അല്ലേ? AG സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു ക്രാഷ് കാർഡ്. പിന്നെ ഹൈറ്റ് ഇത് 4 ചെയ്തിട്ടുണ്ട് കേട്ടോ, 4 ഇഞ്ചോളം ഫോർക്ക് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ്. അത് ഒരു കംഫർട്ടാണല്ലേ, ലോങ് പോകാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ഹാൻഡിലായതുകൊണ്ടാണ് ഇവൻ ഇത് ചെയ്തത്. ഗ്രിപ്പ് FZ-ൻ്റെ, പിന്നെ ഇത് ബുള്ളറ്റിൻ്റെ അല്ലേ, ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ വെയിറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ. പിന്നെ നോർമൽ തന്നെ, വലിയ കാര്യമായിട്ടുള്ളൊരു ഓവർ ബൾക്കി ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു സിമ്പിളായിട്ടുള്ള ഉനൈസിൻ്റെ വണ്ടി ഇതിലൊരു മാറ്റം കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുമ്പം ഈ ഒരു ഫോർക്കിൻ്റെ ഗാർഡാണ്. ഫോർക്ക് ഗാർഡ് ഉനൈസിൻ്റെ വണ്ടിക്കില്ല, ഇതിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഒരു സെയിമാണ്. ആ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിലും അതുപോലെ ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ വെയിറ്ററും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ മാറിയിട്ട് ഇത് RX-Zൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ടുണ്ട്.
അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഹുനൈസിൻ്റെ വണ്ടി ഇതും. പിന്നെ മെയിൻ ഗ്രാഫിക്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ ബാക്ക് ഇതിൻ്റേത് SDV ലാല്ലേ, ബാക്ക് 16 SDV ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ നൈസാണ് കാണാൻ. പിന്നെ ഇതുപോലുള്ളൊരു റെയറായിട്ടുള്ള ഇങ്ങനെ വർക്ക് ചെയ്ത് വെക്കാന്ന് പറയുമ്പോൾ അത് കാണുന്നവർക്കൊരു ത്രില്ലല്ലേ. നോർമലി വണ്ടി അല്ല ഇത്, അതായത് ഈ നോർമൽ സ്പ്ലെൻഡർ ഇങ്ങനെ കാണുമ്പോഴല്ല, ഇങ്ങനെ റെയറായിട്ട് കാണുമ്പോൾ കാണുന്നവരൊക്കെ നോക്കും, നല്ല റോഡ് പ്രസൻസ് ഉണ്ടാവും. അതൊക്കെയാണ് ഒരു മെയിൻ. ഓരോരുത്തർക്ക് ഓരോ പ്രാന്ത്. എന്തൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിന് പിള്ളേർ. കമോൺ. ഹാൻഡിലിൻ്റെ ഹോൾഡർ എന്താ പറയുക പാഷൻ ബ്രോൻ്റാണ്, ഹീറോ ഹോണ്ട പാഷൻ ബ്രോൻ്റെ കളർ അവൻ ചെയ്തതാണ്. നമ്മളാ ഒരു സെയിം എന്താ പറയുക ഹാൻഡിൽ ഹോൾഡറാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുൾ ടാങ്കാ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഈ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ആ ഒരു സെയിം ഹാൻഡിൽ ഇനി അവൻ്റെ വണ്ടിയിലുണ്ടായിന്. അവൻ ഇതിലോട്ട് മാറ്റാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പം ഒരു ഷോൾഡർ പെയിൻ. ആ പെയിൻ എനിക്ക് നല്ല വരുന്നതാണ് ലോങ് പോകുമ്പോൾ. എനിക്ക് അതിൽ നിന്ന് കംഫർട്ടായി തോന്നിയൊരു ഫീൽ എന്ന് പറയുമ്പം നമ്മൾ അത്യാവശ്യം സ്പീഡ് കയറിയാലും പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആ ഒരു ഹാൻഡിൽ മാറ്റാതെ അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്തൊക്കെയോ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്ക് പെയിൻറ്റിങ് ഉള്ള പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ഓടിക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സൊക്കെ വെച്ച് ഞാൻ പറയുവാണ്, ബ്രേക്ക് കുറവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ അവന് തിരക്ക് പിടിച്ചിട്ട് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണോണ്ടാണ് സംഭവം, വേറെ ഒന്നുമല്ല. അവനൊരു ദിവസം ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ശരിയാവുന്നുള്ളൂ. ഇപ്പോൾ അവൻ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അവന് വർക്ക് അതുപോലെ തിരക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ദിവസമാണ് കിട്ടിയത്. വണ്ടി ജസ്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി, അതിൻ്റെ സൗണ്ട് കേൾക്കാനും അതുപോലെ എന്താണ് അവസ്ഥ വണ്ടിയുടെ ജസ്റ്റ് ഒരു ഓടിക്കുമ്പോഴൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഹാൻഡിലിൻ്റെ എക്സ്പീരിയൻസും അതൊക്കെ കിട്ടാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. അപ്പോൾ നമുക്ക് ഹുനൈസിൻ്റെ വണ്ടി പോയ പോലെ ഇതുപോലെ നെറ്റൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയൊന്നുമല്ല, ഇപ്പോൾ അടുത്ത് കണക്റ്റ് ആയ ഒരു വണ്ടിയാണ്. ഈ ഒരു മൾഗാടൊക്കെ സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് തന്നെ കേട്ടോ. പിന്നെ എന്താ പറയുക എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നൈസ് ലുക്ക്. എനിക്ക് ഈ ഒരു തീം, ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു ഗ്രാഫിക്സ് ആയാലും ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. ഇതൊക്കെ നോർമൽ ടൈല്, അതുപോലെ സെഡിൻ്റെ ഇൻഡിക്കേറ്റർ. പിന്നെ ഈ ഒരു സംഭവം സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്കിൽ വരുന്നതാണ്. പുതിയ മോഡൽ സ്പ്ലെൻഡറിലൊക്കെ സ്റ്റോക്കിൽ ഏറ്റവും അടിഭാഗത്തുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചാണ്. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു വണ്ടി അവന് കൊടുക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആ ഒരു സെയിം വണ്ടി തന്നെയാണ്. അതായത് സ്പെക്ക് കാര്യങ്ങളും മോഡിഫിക്കേഷനും സംഭവമൊക്കെ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, വണ്ടീൻ്റെ കൂടുതൽ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഓൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. മോഡിഫൈഡ് ഇങ്ങനെയുള്ള സ്പ്ലെൻഡറൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു വണ്ടി. അത്യാവശ്യം വർക്കൊക്കെ എടുത്തിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ളൊരു വണ്ടി. അവനോട്ട് സംഭവമൊക്കെ ഡീലാക്കിയിട്ട് വണ്ടി വന്ന് ഓടിച്ച് ഓക്കെ ആണെങ്കിൽ വണ്ടി എടുത്ത് കൊണ്ടുപോകാം. അത്രയ്ക്ക് വർക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ വർക്കിൻ്റെ കാര്യത്തിലോട്ട് ആലോചിക്കേണ്ടി വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ്, ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെയുള്ള വണ്ടി എടുക്കുമ്പോൾ. സ്റ്റോക്ക് എടുത്തിട്ട് കുറേ സമയം അതുപോലെ ഇതൊന്നും അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇങ്ങനെയുള്ള ഒരു വർക്ക് ചെയ്ത വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.